ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ മഹാഭാഗവതം 9-ാം സ്കന്ധം 23-ാം അധ്യായം. അനു, ദ്രുഹ്യു, തുർവസു ഇവരുടെ വംശം. ശ്രീശുകൻ പറഞ്ഞു: സഭാനരൻ പരോക്ഷാഖ്യൻ ചക്ഷുസ് മനുപുത്രരാം. ഹരേ. സഭാനരൻ പരോക്ഷാഖ്യൻ ചക്ഷുസ്സും അനുപുത്രരാം. സഭാനരസുതൻ കാലനരൻ പിന്നീടു സൃഞ്ജയൻ. ജനമേജയനും പിന്നെ മഹാശീലൻ തദാത്മജൻ മഹാമനസ്. തൽപുത്രരുശനീരനും അവ്വിധം തിദിക്ഷുവും ശിബി വനൻ ശമി ദക്ഷനുമാത്മജർ. ഉശീനരന്നഥ വൃഷാദർഭൻ മദ്രൻ സുവീരനും. ശിബിപുത്രർ കൈകയനും തിദിക്ഷുസുതനായി തഥാ രുഷദ്രഥൻ പിന്നെ ഹേമൻ സുതപസ്സവിധം ബലിതൻ ഭാര്യയിൽ ദീർഘതമസ്സിൻ പുത്രരായി വരും. അങ്കൻ വങ്കൻ കലിംഗാഖ്യൻ സുഹ്മൻ പുണ്ഡ്രനുമാന്ധ്രനും. ഇവർ തീർത്താർ കിഴക്കാറുപട്ടണം സ്വസ്വനാമകം. അങ്കജൻ ഘനപാനൻ തൽപുത്രൻ ദിവിരഥാഭിധൻ. പിന്നെ ധർമ്മരഥൻ പിന്നെ രോമപാദൻ ഇതി ശ്രുതൻ. അപുത്രനാം അവന്നേകി ശാന്തയാം ആത്മപുത്രിയെ. തോഴൻ ദശരഥൻ പിന്നീട് ഋഷ്യശൃംഗനു പത്നിയായി. ആ മാനിൽ പുത്രന് ഋഷിയെ മഴ പെയ്യായിക കാരണം. സ്ത്രീകളെത്തിച്ചിതാ നാട്ടിൽ ഹാവഭാവാദിചേഷ്ടയാൽ. പുത്രകാമേഷ്ടിയാകത്താൽ രോമപാദന്നു പുത്രനെ മുനിയേകി. 4 മക്കളുണ്ടായി ദശരഥന്നുമേ. തൽസുതൻ ചതുരംഗാഖ്യൻ പൃഥുലാക്ഷൻ തദാത്മജൻ. ബൃഹദ്രഥ ബൃഹത്കർമ്മ ബൃഹദ്ഭാനുക്കൾ തൽസുതർ. ബൃഹന്മനസ്സാദ്യനിൽ നിന്നുണ്ടായി പിന്നെ ജയദ്രഥൻ. സംഭൂതിയിൽ തൽസുതരായി വിജയൻ ധൃതിയും തഥാ. ധൃതവ്രതൻ ധൃതിസുതൻ സൽക്കർമാവധ തൽസുതൻ. പൂണ്ടാനധിരഥൻ ഗംഗയിങ്കൽ പെട്ടിക്കകം നൃപ. കുന്തി കൈവിട്ട കാനീനപുത്രനെ സ്വന്തപുത്രനായി. വൃഷസേനൻ ഭൂപനായ കർണൻ തൻ മകനായി വരും. ദ്രുഹ്യുവിന്തനയൻ ബഭ്രു തൽസുതൻ സേതു. തൽസുതൻ ആരബ്ധൻ പിന്നെ ഗാന്ധാരൻ പിന്നെ ധർമ്മൻ തഥാധൃതൻ. ദുർമനസ്സഥ തൽപുത്രൻ പ്രചേതസ്സഥ 100 പേർ. തൽപുത്രന്മാരുത്തരദിക്കിങ്കൽ മ്ലേച്ഛാധിനാഥരായി. വഹ്നി തുർവസുവിൻ പുത്രൻ ഭാർഗൻ. ഹരേ. വഹ്നി തുർവസുവിൻ പുത്രൻ ഭർഗൻ പിന്നീടു ഭാനുമാൻ. ത്രിഭാനു തൽസുതൻ പിന്നെ ദാനശീലൻ കരന്ധമൻ. തൽസുതൻ മരുതൻ പിന്നെ ദത്തെടുത്തൊരു പൗരവൻ. ദുഷ്യന്തൻ രാജ്യലോഭത്താൽ സ്വവംശം വീണ്ടുമാർന്നുതേ. യയാതിതൻ ജ്യേഷ്ഠപുത്രൻ യദുവിൻ വംശമിങ്ങനെ വർണ്ണിപ്പൻ. പുണ്യതമം അക്കുലം പാപപ്രണാശനം. പരമ്പുമാൻ മർത്യരൂപം ധരിച്ചിങ് അവതീർണനായി. ആ വംശവിസ്താരം കേൾപ്പോർ സർവപാപ വിമുക്തരാം. സഹസ്രജിത്തും ക്രോഷ്ടാവും നളനും രിപുവും വിഭോ യദുവിൻ പുത്രർ. ശതജിത്തഥ തൽ ജ്യേഷ്ഠപുത്രനാം മഹാഹയൻ വേണുഹയൻ ഹൈഹയൻ 3 തൽസുതർ. ഹൈഹയൻ്റെ മകൻ ധർമ്മൻ നേത്രൻ കുന്തി അതിൽ പരം. സോഹംജിയും മഹിഷ്മാനും തൽപുത്രൻ ഭദ്രസേനകൻ. തൽപുത്രൻ ദുർമദൻ പിന്നെ ധനകൻ കൃതവീര്യനും. കൃതാഗ്നി കൃതവർമാവും കൃതൗജസ്സും തദാത്മജർ. ദത്താത്രേയങ്കൽ നിന്ന് അഷ്ടൈശ്വര്യസിദ്ധികളാർന്നവൻ അർജുനൻ കൃതവീര്യൻ തൻ സുതൻ ദ്വീപേഴിനീശനായി. യജ്ഞദാനതപോയോഗശ്രുതവീര്യജയാദിയാൽ തത്തുല്യനായി മന്നിലില്ല നൂനം മറ്റൊരു മന്നനും. 85,000 വർഷം അക്ഷയ്യം ഭോഗമാ നൃപൻ ഭുജിച്ചാൻ. ബലവിത്തസ്മൃത്യാദിക്കൊരു ഉടവെന്നിയെ. ഭരിച്ചു രാജ്യം സതതം ഹരിയേയും സ്മരിച്ചവൻ. പോരിൽ സ്വപുത്രായുധത്തിൽ ശേഷിച്ചിതു ജയധ്വജൻ. ശൂരസേനൻ വൃഷഭനും മധു ഊർജിതനും തഥാ. ജയധ്വജസുതൻ താലജംഘൻ തൽപുത്രർ 100 പേർ. നശിപ്പിക്കപ്പെട്ടിത് ഔർവതേജസ്വി സഗരാഖ്യനാൽ.
ജ്യേഷ്ഠനാം വീതിഹോത്രൻ തന്മകൻ മധു തഥാത്മജർ 100 പേരിൽ ജ്യേഷ്ഠനത്രേ വൃഷ്ണി തൽക്കുലജാതരെ യാദവന്മാർ മാധവന്മാർ വൃഷ്ണിമാരെന്നു മോതിടും തഥാ വൃജിനവാൻ ക്രോഷ്ടപുത്രൻ ശ്വാഹി തദാത്മജൻ ഋഷേകൂ തൽസുതൻ ചിത്രരഥൻ തൽസൂനു തൽസുതൻ ശതബിന്ദു 14 മഹാരത്നങ്ങളാണ്ടവൻ മഹാഭോഗൻ മഹാത്മാവും മഹായോഗിയുമായവൻ ആ കീർത്തിമാനു 10,000 പത്നികളുള്ളതിൽ ഓരോരുത്തരിലും 1,00,000 വീതം മക്കൾ പിറന്നുപോൽ പൃഥുശ്രവസ്സു തൊട്ട് 6 ആൾ മുഖ്യർ ധർമ്മൻ തദാത്മജൻ തൽപുത്രൻ ഉശനസ് അശ്വമേധം 100 നടത്തിയോൻ തൽസുതൻ രുചകന്നുണ്ടായി പുരുജിത്തധരുക്മനും രുക്മേഷു പൃഥുവും ജാമഘാഖ്യനും പുത്രർ 5 പേർ ജാമഖൻ പുത്രനില്ലാഞ്ഞും വീട്ടിൽ അന്യയ ഭീതിയാൽ ഹരിച്ചു ഭോഗാർത്ഥം അവനേകദാ ശത്രുകന്യയെ ശൈബ്യ തൽപത്നി അവളെ തേരിൽ കണ്ടോതിരുഷ്ടയായി ഞാനിരിക്കേണ്ടിടത്ത് ആരെയിരുത്തിയതു വഞ്ചക ഇവൾ നിൻ സ്നുഷ എന്നോതി പച്ചച്ചിരിയുടും നൃപൻ സ്നുഷയോ വന്ധിയല്ലി ഞാനാ സപത്നിയുമല്ലി ഞാൻ നിനക്കു മകനുണ്ടാവും അവൻ പെണ്ണു ചേർച്ചയാം അനുമോദിച്ചു സന്തുഷ്ടർ വിശ്വേദേവർ പിതൃക്കളും ഗർഭമുണ്ടായി ശൈബ്യയ്ക്കു പെറ്റാൾ നല്ലൊരു കുഞ്ഞിനെ വിദർഭാഖ്യൻ അവൻ വേട്ടാൻ തക്കപ്പോൾ അക്കുമാരിയെ. ഹരേ നമ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. 23-ാം അധ്യായം കഴിഞ്ഞു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ നാരായണ.